വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്തു. സോ ഇൻ ദിസ് വീഡിയോ വി വിൽ ബി ഡിസ്കസിങ് സം എക്സാമ്പിൾസ് to how to find the partial derivatives of certain class of functions. So the first question is f of xy should be equal to 2x square minus 3y minus 4. So ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഈസ്, നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ വി ഹാവ് ടു ഫൈൻഡ് ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വൈയെ ഫിക്സ്ഡ് ആക്കുന്നു. സോ ഇൻ ദിസ് കേസ് വി ആർ ഫിക്സിങ് y is fixed or y is considered as a constant. അപ്പോൾ വൈയുടെ ടേംസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ബാക്കിയെല്ലാം എക്സിൻ്റെ ടേംസിൽ ഡെറിവേറ്റീവ് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ആദ്യം 2x² ഡെറിവേറ്റീവാണ് നമ്മൾ എടുക്കുന്നത്. 2x² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ 2 ഇൻറ്റു x² ഡെറിവേറ്റീവ് ഈസ് 2x. ഓക്കെ, നെക്സ്റ്റ് ഈസ് 3y ഡെറിവേറ്റീവ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ y ഈസ് ആക്ച്വലി എ കോൺസ്റ്റൻറ്റ്. സോ 3y ഈസ് കോൺസ്റ്റൻറ്റ്. 3y കോൺസ്റ്റൻ്റ് ആണ്. 3yയുടെ ഡെറിവേറ്റീവ് ഈസ് ആക്ച്വലി 0. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ y ഈസ് ആക്ച്വലി കൺസിഡേർഡ് ടു ബി എ കോൺസ്റ്റൻറ്റ്. സോ 3y എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് ഈസ് ഓൾവേസ് 0. മൈനസ് 4ൻ്റെ ഡെറിവേറ്റീവ് ഈസ് അഗെയിൻ 0. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2x ഈസ് ആക്ച്വലി 4x. നിങ്ങൾക്ക് ഡെഫിനിഷൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം. സിമിലർലി ഡോ എഫ് ബൈ ഡോ വൈ, ഇവിടെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് ഈസ് ഫിക്സ്ഡ് ഓർ വി ക്യാൻ കൺസിഡർ എക്സ് ടു ബി എ കോൺസ്റ്റൻറ്റ്. ഇവിടെ എക്സ് ആണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ എക്സ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ x² ഈസ് കോൺസ്റ്റൻറ്റ്, 2x² ഈസ് അഗെയിൻ കോൺസ്റ്റൻറ്റ്. സോ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് ആണ് ആദ്യം ചെയ്യുന്നത്. സോ ഡോ എഫ് ബൈ ഡോ വൈ ഓഫ് 2x² എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് വിച്ച് ഈസ് 0 മൈനസ് 3 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ്. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ഈസ് ആക്ച്വലി 1 മൈനസ് 4ൻ്റെ ഡെറിവേറ്റീവ് ഈസ് ആക്ച്വലി 0. സോ ദ ആൻസർ ഈസ് മൈനസ് 3 എന്ന് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ വൈയെ കോൺസ്റ്റൻ്റ് ആക്കി കൺസിഡർ ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കി കൺസിഡർ ചെയ്യുക. That's the only difference. Okay, next question. Question number 2. F of xy should be equal to xy minus 1 the whole square. Okay, so ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ. ദിസ് ഈസ് ആക്ച്വലി എ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ളതാണ്. സോ ഇതിനെ ആക്ച്വലി യു ഈസ് ഈക്വൽ ടു എക്സ് വൈ മൈനസ് 1 എന്ന് കൊടുത്താൽ ദിസ് ഈസ് ആക്ച്വലി u². അപ്പോൾ u² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിലും വിത്ത് റെസ്പെക്ട് ടു വൈയിലുമാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി നമുക്ക് അകത്ത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ്റെ റൂൾ തന്നെ കൺസിഡർ ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ y കോൺസ്റ്റൻറ്റ്, വിത്ത് റെസ്പെക്ട് ടു y എടുക്കുമ്പോൾ x കോൺസ്റ്റൻറ്റ്. ദാറ്റ്സ് ദ ഓൺലി തിങ് വിച്ച് വി ഹാവ് ടു റിമെമ്പർ. ഓക്കെ, സോ ആദ്യം u² ഡെറിവേറ്റീവ് ഈസ് 2u. Okay, so here it is 2 into u എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നില്ല. u is actually xy minus 1 ടൈംസ്, ഇനി അടുത്ത യുവിൻ്റെ ഡെറിവേറ്റീവ് ആണ്. യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ y കോൺസ്റ്റൻ്റ് ആണ്. സോ വൈയെ വെളിയിലെടുക്കുന്നു. നൗ കോൺസ്റ്റൻ്റ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 1 മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി u² എന്നുള്ള ഫോർമാറ്റ് ആണ്. u² ഡെറിവേറ്റീവ് ഈസ് 2u ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ y ഈസ് കോൺസ്റ്റൻറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു xy മൈനസ് 1 ടൈംസ് y. ദിസ് ഈസ് ദ ആൻസർ. സിമിലർലി ഡോ എഫ് ബൈ ഡോ വൈ കൺസിഡർ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ആദ്യം u² ഡെറിവേറ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു 2u, 2 ഇൻറ്റു xy മൈനസ് 1 ടൈംസ് xy മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സിലല്ല വൈയിലാണ്.
വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ എക്സ് ആണ് കോൺസ്റ്റൻറ്റ്. സോ എക്സിനെ വെളിയിലെടുത്തു. നെക്സ്റ്റ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ഈസ് ആക്ച്വലി 1. മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0. സോ ദിസ് ഈസ് ആക്ച്വലി 2 ഇൻറ്റു എക്സ് വൈ മൈനസ് 1 ടൈംസ് എക്സ്. അപ്പോൾ നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും കിട്ടി. ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ. മൂവിങ് ഓൺ ടു അനദർ എക്സാമ്പിൾ. എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ പ്ലസ് 1. സോ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് 1നെ യു എന്ന് കൊടുത്ത് ചെയ്യാം. സോ ദിസ് ഈസ് ആക്ച്വലി ഇ റൈസ് ടു യു എന്നുള്ള ഫോമിലാണ്. ആദ്യം ഡോ എഫ് ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ വൈ കോൺസ്റ്റൻറ്റ്. സോ ഇ റൈസ് ടു സംതിങ്ങിൻ്റെ ഡെറിവേറ്റീവ് ഈസ് ഓൾവേസ് ഇ റൈസ് ടു സംതിങ് തന്നെയാണ്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ ഇ റൈസ് ടു യുവിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു യു തന്നെ. യു എന്നുള്ളത് എക്സ് പ്ലസ് വൈ പ്ലസ് 1 എന്നാണ്. അടുത്തത് യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യേണ്ടത്, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ വെച്ച്. യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് വെച്ചുമ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. ആദ്യം എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് 1. നെക്സ്റ്റ് ഈസ് വൈ. വൈയുടെ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് ഈസ് ഓൾവേസ് 0 വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ. നെക്സ്റ്റ് 1ൻ്റെ ഡെറിവേറ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു 0. 1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. സോ ഇ റൈസ് ടു യു എന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ പ്ലസ് 1 ആണ് ടൈംസ് 1. സോ ദ ആൻസർ ഈസ് ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ പ്ലസ് 1. സിമിലർലി ഡോ എഫ് ബൈ ഡോ വൈ എന്ന് എടുക്കുമ്പോൾ വീണ്ടും ഇതിനെ യു എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇ റൈസ് ടു യുവിൻ്റെ ഡെറിവേറ്റീവ് ഈസ് ഓൾവേസ് ഇ റൈസ് ടു യു ടൈംസ് ഇനി എക്സ് പ്ലസ് വൈ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ. ആദ്യം എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ. എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് ഈസ് ഓൾവേസ് 0 പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ വിച്ച് ഈസ് 1 പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0. സോ ദ ആൻസർ ഈസ് ഇ റൈസ് ടു യു ഇൻറ്റു 1. യുവിന് എക്സ് പ്ലസ് വൈ പ്ലസ് 1 എന്ന് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈസ് ദ ആൻസർ. സോ നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവും കണ്ടു, പാർഷ്യൽ ഡെറിവേറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് partial derivatives of f of xy at 2 comma pi by 4 where f of x comma y should be equal to x sin xy. ഓക്കെ. സോ എക്സ് സൈൻ എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണണം ഈ പോയിന്റിൽ. സോ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണുക, എന്നിട്ട് അവസാനം എക്സിന് സ്ഥലത്ത് 2 എന്നും കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് പൈ ബൈ 4 എന്നും കൊടുക്കുക. ഓക്കെ. സോ ആദ്യം ഡോ എഫ് ബൈ ഡോ എക്സ്. സോ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. സോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈൻ എക്സ് വൈ പ്ലസ് സൈൻ എക്സ് വൈ ടൈംസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ്. ഓക്കെ. സോ വിച്ച് ഈസ് എക്സ് ടൈംസ് സൈൻ്റെ ഡെറിവേറ്റീവ് ഈസ് ആക്ച്വലി കോസ് ഓഫ് എക്സ് വൈ ടൈംസ് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂളിൻ്റെ അകത്ത് എക്സ് വൈയുടെ ഡെറിവേറ്റീവ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ വൈ ഈസ് ആക്ച്വലി കോൺസ്റ്റൻറ്റ്. സോ വൈ ഇൻറ്റു വൈ ടൈംസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് ആക്ച്വലി 1 പ്ലസ് സൈൻ എക്സ് വൈ ടൈംസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ ഈസ് ആക്ച്വലി 1. സോ ദ ആൻസർ ബിക്കംസ് എക്സ് ഇൻറ്റു വൈ ഈസ് എക്സ് വൈ കോസ് എക്സ് വൈ പ്ലസ് സൈൻ എക്സ് വൈ. ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 പൈ ബൈ 4 എന്നുള്ള വാല്യൂ ആണ്. സോ പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 2 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു പൈ ബൈ 4. സോ ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് 2 പൈ ബൈ 4 ഈസ് എക്സിന് 2 കൊടുക്കുക. സോ 2 ഇൻറ്റു വൈക്ക് പൈ ബൈ 4 കൊടുക്കുക, പൈ ബൈ 4 ഇൻറ്റു കോസ് 2 ടൈംസ് പൈ ബൈ 4 പ്ലസ്
sine 2 times pi by 4. So we should be equal to, this is pi by 2 times, ഇവിടെ 2ഉം 4ഉം കൂട്ടി വെട്ടി പോകുമ്പോൾ cos pi by 2 എന്ന് കിട്ടും. cos pi by 2 plus sin pi by 2. Cos pi by 2 is 0 and sin pi by 2 is 1, so the answer becomes 1. Okay. അടുത്തത് ഡോ എഫ് ബൈ ഡോ വൈ കണ്ടെത്തുക. സോ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ കാണുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി എ കോൺസ്റ്റൻറ്റ്, എക്സ് ഈസ് കോൺസ്റ്റൻറ്റ്. സോ സൈൻ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. സോ കോൺസ്റ്റൻറ്റ് വെളിയിലെടുക്കുന്നു. സോ നെക്സ്റ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് എന്ത്, സൈൻ എക്സ് വൈ. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാത്തത് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ കാണുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. സോ കോൺസ്റ്റൻറ്റ് വെളിയിലെടുത്താൽ മതി. സോ എക്സ് ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് ഈസ് ആക്ച്വലി കോസ് എക്സ് വൈ ടൈംസ്, ഇനി എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ. എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റ് വെളിയിലെടുത്തു. നെക്സ്റ്റ് ഈസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ വിച്ച് ഈസ് 1. സോ ദ ആൻസർ ബിക്കംസ് എക്സ് സ്ക്വയർ കോസ് എക്സ് വൈ എന്ന് കിട്ടും. ഇനിയും എക്സ് ഈസ് ഈക്വൽ ടു 2 എന്നും വൈ ഈസ് ഈക്വൽ ടു പൈ ബൈ 4 എന്നും കൊടുക്കുക. സോ ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് 2 pi by 4 becomes, എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ കോസ് 2 ടൈംസ് പൈ ബൈ 4 എന്ന് കിട്ടും, വിച്ച് ഈസ് 4 ഇൻറ്റു കോസ് പൈ ബൈ 2 എന്ന് കിട്ടും, വിച്ച് ഈസ് ആക്ച്വലി ഈക്വൽ ടു 0, കാരണം കോസ് പൈ ബൈ 2 0 ആണ്. സോ ദിസ് ഈസ് ദ മെത്തേഡ് ടു ഫൈൻഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. So let us discuss some more examples. Another example is, find the partial derivatives of f of xy is equal to x tan inverse of xy. So ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഈസ് ആക്ച്വലി, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി എക്സ് ആൻഡ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. സോ ദിസ് ഈസ് ആക്ച്വലി പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ഓഫ് എക്സ്. സോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം, which is first into derivative dou by dou x of tan inverse xy plus second function tan inverse xy times dou by dou x of x. Okay, so which is equal to x into tan inverse x ൻ്റെ ഡെറിവേറ്റീവ് 1 divided by 1 plus x square ആണ്. ഹിയർ എക്സിന് പകരം എക്സ് വൈ എന്നുള്ളതാണ്. സോ ദ ഫാക്ടർ ഈസ്, ഡെറിവേറ്റീവ് ഈസ് 1 plus 1 divided by 1 plus എക്സ് വൈ ദ ഹോൾ സ്ക്വയർ. സോ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ വെച്ച് ഇനി അടുത്തത് ടൈംസ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ്. എക്സ് വൈയുടെ ഡെറിവേറ്റീവ് ഇവിടെ വൈ കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ. സോ വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 1. സോ വൈ ഇൻറ്റു 1 എന്നുള്ളതാണ് ആ പാർട്ട് കിട്ടുന്നത്. ഓക്കെ, പ്ലസ് സെക്കൻഡ് പാർട്ട് ഈസ് tan inverse xy times എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ വിച്ച് ഈസ് ആക്ച്വലി 1. സോ ദ ആൻസർ ബിക്കംസ് എക്സ് ഇൻറ്റു 1 ഇൻറ്റു വൈ ഇൻറ്റു 1 വിച്ച് ഈസ് ആക്ച്വലി എക്സ് വൈ എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും, ടൈംസ് 1 പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ എന്ന് കിട്ടും. സോ ഡോ എഫ് ബൈ ഡോ എക്സിൻ്റെ വാല്യൂ കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് വൈ. സോ അടുത്തതായിട്ട് ഡോ എഫ് ബൈ ഡോ വൈ ആണ് കണ്ടെത്തേണ്ടത്. സോ ഡോ എഫ് ബൈ ഡോ വൈ ഷുഡ് ബി ഈക്വൽ ടു, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. സോ ദിസ് ഫസ്റ്റ് എക്സ് ഈസ് കോൺസ്റ്റൻറ്റ്. സോ അതിനെ വെളിയിലെടുത്തിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ മാത്രം കണ്ടെത്തിയാൽ മതി. സോ എക്സ് ഇൻറ്റു ഡോ ബൈ
dou y of tan inverse xy. So x into tan inverse of something in the derivative 1 divided by 1 plus x square ആണ്. So this is equal to 1 divided by 1 plus എക്സിന് പകരം ഇവിടെ എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. സോ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ. ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ഈസ് ആക്ച്വലി 1. സോ ദ ആൻസർ ബിക്കംസ് x square, x into x is x square divided by 1 plus x square y square അല്ലെങ്കിൽ എക്സ് വൈ ദ ഹോൾ സ്ക്വയർ. സോ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും കണ്ടെത്തി കഴിഞ്ഞു. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സസൈസ് ആണ്. സോ പ്ലീസ് സോൾവ് ക്വസ്റ്റ്യൻ നമ്പർ എക്സസൈസ് ക്വസ്റ്റ്യൻ. എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സസൈസ് ക്വസ്റ്റ്യൻ 2, 5, 4, then 6 to 19 of page 180, 181. Okay, of the guide. ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഇത് നിങ്ങളുടെ അസൈൻമെൻ്റ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ദിവസം തന്നെ ഇത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.